പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്തു. വയനാട്ടിലെ എല്ലാവർക്കും ആശ്വാസമായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വനത്തിൽ നിന്ന് വൈൽഡ് ലൈഫിൽപ്പെട്ട മൃഗങ്ങൾ ഇറങ്ങി ആളെ കൊല്ലുന്ന രംഗം നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം തുടർച്ചയായി പല മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്നു, ആളുകളെ ആക്രമിക്കുന്നു. ആനയും കടുവയും ഒക്കെ മനുഷ്യനെ കൊല്ലുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയായ കടുവയെ പിലാക്കാവ് ഭാഗത്ത് ചത്ത നിലയിൽ ഇന്നലെ രാത്രി ആണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും കടുവയെ കാണാൻ സാധിച്ചില്ല. എന്നാൽ പഞ്ചാരക്കൊല്ലിയുടെ പരിസരം വിട്ട് കടുവ പോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലായിരുന്നു നാട്ടുകാരും വനപാലകരും അതുപോലെ ടാസ്ക് ഫോഴ്സിലുണ്ടായിരുന്ന ഡോക്ടർമാരും ഒക്കെ കരുതിയത്. പക്ഷെ ആ നിഗമനം ശരിയായിരുന്നു. പഞ്ചാരക്കൊല്ലി ചെന്നൈ പിലാക്കാവ് ഭാഗത്ത് തന്നെയാണ് കാണപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ഈ കടുവയുടെ കാൽപ്പാട് നോക്കി പോയ ഒരു സംഘം അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കടുവയെ കണ്ടു. അവശനായിരുന്നു, ജീവനുണ്ടായിരുന്നു. അപ്പം അവര് രാത്രി ഒരു 10 മണി മുതൽ അവര് ഇത് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഏതായാലും കാണപ്പെടുന്ന ഒരു 2 മണിക്കൂർ മുമ്പ് കടുവയുടെ ട്രാക്കിങ്ങിൽ അവർക്ക് ഫലം കണ്ടു. അതിൻ്റെ കാൽപ്പാടുകൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ച് ഏകദേശം രാത്രി 2:30 മണിക്ക് മാലിന്യങ്ങളൊക്കെ വനത്തിൽ നിക്ഷേപിക്കുന്ന സ്ഥലം അവിടെ അവശനിലയിൽ കാണുകയായിരുന്നു. വെടിവെക്കാനായിട്ട് ഉത്തരവ് നിലനിൽക്കുന്നത് കൊണ്ട് അവരെ വിളിക്കാനുള്ള ശ്രമത്തിൽ അവർ വരുമ്പം അല്പം ജീവനുണ്ടായിരുന്ന കടുവ ചത്തു കഴിഞ്ഞു. എന്തായാലും അത് പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കടുവയുടെ ശരീരത്തിൽ ചില മുറിവുകളുണ്ട്, അതെങ്ങനെ സംഭവിച്ചു, ഏത് തരത്തിലുള്ള മുറിവ് എന്നൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കടുവയുടെ പോസ്റ്റ്മോർട്ടം അവരുടെ ബേസ് ക്യാമ്പിൽ വെച്ച് നടത്തുകയാണ്. കടുവയുടെ കഴുത്തിൽ 2 ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അത് മറ്റൊരു കടുവ ആക്രമിച്ചപ്പോൾ ഉണ്ടായതാകാം, ഒരു കടുവ കഴുത്തിനുള്ള കടി ഏൽപ്പിച്ചപ്പം ഉണ്ടായ 2 മുറിവുകളാകാം. അത് ആഴത്തിലുള്ള 2 മുറിവുകളാണ്. കടുവയുടെ കടി അങ്ങനെയാണ്. മുൻവശത്തെ 2 പല്ലുകൾ ആഴ്ന്നിറങ്ങും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴുത്തിൽ തന്നെ പഴക്കമുള്ള ചില മുറിവുകളുണ്ട്. കഴുത്തിന് ചുറ്റും ചില മുറിവുകൾ കാണുന്നുണ്ട്. കടുവയെ ഏതായാലും അവരെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾക്ക് മുഴുവൻ ആശ്വാസമായി. എല്ലാവരും ശ്വാസം നേരെ വിട്ടു. പക്ഷേ ഇത് രാധ എന്ന ആ കാപ്പിത്തോട്ടത്തിലെ കാപ്പിക്കുരു പറിക്കാൻ പോയ സമയത്ത് ആക്രമിച്ച ആ കടുവ തന്നെയാണോ എന്ന് നമുക്ക് നിജപ്പെടുത്തേണ്ടതുണ്ട്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ കടുവയെ പറ്റി അവരെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ട്രാക്ക് ചെയ്തിട്ടുണ്ടോ, അത് ഇതിനെപ്പറ്റി എന്തെങ്കിലും സെൻസസോ എന്തെങ്കിലും എടുത്ത സമയത്ത് ഇതിൻ്റെ അടയാളങ്ങൾ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ രാധയെ കൊന്ന കടുവ തന്നെയാണോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമായ ഘടകം തന്നെയാണ്. കാരണം മനുഷ്യമാംസം കഴിച്ചു, മനുഷ്യരക്തം കഴിച്ചു, അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കടുവയ്ക്ക് അവര് വീണ്ടും മനുഷ്യനെ തപ്പി വരും, അത് തീർച്ചയാണ്. അത് വനത്തിനകത്ത് പ്രവേശിക്കുന്നവർ ചിലപ്പോൾ നാട്ടിലെ വനത്തിനടുത്തുള്ള അവിടെയും വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വനത്തിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന പശുക്കളെയും താമസിക്കുന്ന ആൾക്കാരുടെ പശുക്കളെ അവരുടെ അവിടുത്തെ കന്നുകാലിക്കൂടുണ്ടാവും, അവിടുന്ന് പട്ടിയെ ഇതിനെയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ രീതിയിൽ
മനുഷ്യനെ കൊണ്ടു. രാധ കാപ്പിക്കുരു പറിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലെ രാധയെ കടുവ വലിച്ചെടുത്തുകൊണ്ട് പോയി. രാധയുടെ മൃതദേഹം ഒരു 100 മീറ്റർ അകലെ നിന്നാണ് നമുക്ക് കിട്ടിയത്. തലയറ്റുപോയിരുന്നു, തലയില്ല, ശരീരത്തിന്റെ പകുതി ഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു. അപ്പൊ ആ ടേസ്റ്റുള്ള കടുവ, ആ ടേസ്റ്റ് കിട്ടിയ കടുവ തീർച്ചയായിട്ടും ഇനി മനുഷ്യനെ, മറ്റുള്ള മൃഗങ്ങളെ ആക്രമിക്കുന്നതിലും എളുപ്പത്തിൽ മനുഷ്യനെ ആക്രമിക്കാം, പെട്ടെന്ന് കീഴ്പ്പെടുത്താം. രണ്ടാമത് ആ മനുഷ്യമാംസം, മനുഷ്യരക്തത്തിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് വലിയ റിസ്കിയാണ്. അതുകൊണ്ട് ഈ പഞ്ചാരക്കൊല്ലിയിലെ പിലാക്കാവ് ഭാഗത്ത് കണ്ട ആ കടുവ തന്നെയാണോ രാധയെ ആക്രമിച്ചതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് നിജപ്പെടുത്തേണ്ടതുണ്ട്. അത് ഫിക്സ് ചെയ്തോണ്ടുണ്ട്, ഇല്ലെങ്കിൽ അപകടം വീണ്ടും മണക്കുന്നുണ്ട്. ഏതായാലും അതേ കടുവ തന്നെയാണെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവര് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്ന് അവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ആ പെട്ടെന്നുണ്ടായ ആ ഒരു നിജപ്പെടുത്തല് നമുക്കത് അത്രയും വിശ്വസിക്കാൻ കഴിയില്ല. ആ മൃഗം തന്നെയാണോ ഇത്, ഇനി അവിടെ കടുവകൾ ഉണ്ടോ എന്നുള്ള കാര്യം. അവിടുത്തെ RR ഫോഴ്സിലുള്ള ഒരാളെ ആക്രമിച്ചത് നമ്മൾ കണ്ടു. അദ്ദേഹം ഹോസ്പിറ്റലായി, അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കുണ്ട്. ആ കടുവ പിന്നെ ഏതാണ്? ആ കടുവ പിന്നിക്കൂടെ വന്ന് ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈയിരുന്ന കേജ് കൂട് അത് വെച്ചിട്ട് തടുത്താണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ അത് ഈ കടുവ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രാധയെ കൊന്ന ആ കടുവ അവശനിലയെ നമ്മൾ കണ്ടു. അപ്പൊ അതിനുശേഷം അതിന് പരിക്ക് പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കരുതുന്നത്. അതാണോ, ആ പരിക്ക് പറ്റിയ കടുവ തന്നെയാണോ രാധയെ കൊന്നതെന്ന് നമുക്ക് നിശ്ചയമില്ല. എന്തായാലും ഇപ്പം ചത്ത കടുവയും നമ്മുടെ ഫോറസ്റ്റിലെ RR ഫോഴ്സിലുള്ള ആ ആളെ ആക്രമിച്ച കടുവയൻ രണ്ടും ഒന്നാണോ അതോ രണ്ടും രണ്ടാണോ? രണ്ടും രണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടം ഡോക്ടർ അരുൺ സക്രിയയും സംഘവും നടത്തും. കുപ്പാടിയിലെ ആണ് ആ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഥമ പരിശോധനയിലെ ചില മുറിവുകൾക്ക് പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി 12:30 ഈ കടുവയുടെ സാന്നിധ്യം അറിഞ്ഞപ്പം ആ കടുവയുടെ കാൽപ്പാടുകൾ തപ്പി പോയാണ് ഏകദേശം ഇത് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഈ പരുക്കിന് എത്ര ദിവസം പഴക്കമുണ്ട് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും പഴക്കമുള്ള ഒരു കടുവ തീറ്റ തേടാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ പുറത്തിട്ട് എടുത്തു ചാടാൻ കഴിയില്ല. ആ ഫോറസ്റ്റിൽ തന്നെയുള്ള ആ വ്യക്തിയുടെ പുറത്തോട്ട് എടുത്തു ചാടി മുകളിൽ നിന്ന് ചാടി വന്നെന്ന് പറഞ്ഞാൽ അത്രയും ആരോഗ്യമുള്ള ഒരു കടുവ വേറെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഈ കടുവ ആകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വളരെ മോശമായ ഒരു സമയം തന്നെയാണ്, മന്ത്രിക്കും അതുപോലെ തന്നെ. കാരണം ജനങ്ങൾക്ക് ജീവഭയം കൊണ്ട് അവരുടെ വീട്ടിൽ കഴിയാൻ കഴിയുന്നില്ല. ഫോറസ്റ്റിനടുത്ത് താമസിക്കുന്നവരെല്ലാവരും ആകെ ഭയപ്പാടിലാണ്. ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശം ആരും വയ്ക്കുന്നുമില്ല. കാരണം മൃഗങ്ങളാണ്, കാട്ടിൽ നിന്ന് യഥേഷ്ടം വരും. കാട്ടിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്? ഇതുപോലെ കടുവയുടെ ഒപ്പം തന്നെ ആനകളും ശല്യം തുടങ്ങിയിട്ടുണ്ട്. ആനകളെ പല സ്ഥലത്തും ആനകളെ കാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. വയനാട്ടിലും അതുപോലെ തന്നെ കോതമംഗലത്തും ഇടുക്കിയിലും ഒക്കെ ആനകൾ വന്ന്, തൃശ്ശൂരും ആനകൾ വന്നു. ഈ 4 സ്ഥലത്തും, എറണാകുളം റൂറൽ സൈഡിലും ഇടുക്കി ജില്ലയിലും വയനാട്ടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലും 4 ജില്ലകളിൽ ആനകൾ നാട്ടിലേക്ക് യഥേഷ്ടം ഇറങ്ങി സഞ്ചരിക്കുന്നുണ്ട്, വയലന്റ് ആകുന്നുണ്ട്, ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ 4 സെന്ററുകൾ ചെയ്ത് കാട്ടിൽ നിന്ന് ഈ ആനകൾ ഇറങ്ങി വരുന്ന വഴിത്താരകൾ അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അടച്ച് പൊതുജനങ്ങൾക്ക് ജീവന് സംരക്ഷണം കൊടുക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ കാട്ടിലെ അടുത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ വനത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒത്തുചേർന്ന് നമുക്ക് താൽക്കാലികമായിട്ട് ഒരു പ്രതിവിധി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. കിടങ്ങ് കുഴിക്കുന്നത് എക്സ്പെൻസീവ് ആണ്. അതേസമയത്ത് സ്ട്രോങ് ആയ ഫെൻസിങ് നടത്തുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ
തുടക്കത്തിൽ തന്നെ നമ്മൾ ഫെൻസിങ് നിർവഹിക്കണം. കാരണം 10-12 അടിയുടെ മുകളിൽ കൂടെയൊക്കെ കടുവയൊക്കെ ചാടി വരും. എങ്കിലും ചെറിയ കിടങ്ങുകളും പിന്നെ ഫെൻസിങ്ങും കൂടെ ആയിക്കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണെങ്കിലും അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതിലല്ല, ഇവർ സാധാരണ ഇറങ്ങി വരാൻ സാധ്യതയുള്ള ഏരിയകൾ 2-3 കിലോമീറ്റർ കുറേശ്ശെ ഫെൻസ് ചെയ്തും കിടങ്ങ് നിർമ്മിച്ചും മുന്നോട്ട് പോകുന്നതായിരിക്കും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ കാട്ടിലും വനത്തിലും ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ഒരു ഒരു പോണ്ടുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഉള്ള വെള്ളം സ്ഥലം കൊടുത്തിട്ട് കൂടുതൽ കുഴിയെടുത്ത് കൊടുക്കുകയോ, അതുപോലെ തന്നെ കാട്ടിലെ ആവശ്യത്തിനുള്ള മൃഗങ്ങൾ, ചെറിയ മൃഗങ്ങളെ വലിയ മൃഗങ്ങൾക്ക് തിന്നാനുള്ള സൗകര്യത്തിന് കാട്ടിലേക്ക് കൂടുതൽ ഇതുപോലെ ചെറു മൃഗങ്ങളെ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കാട്ടിൽ അവർക്ക് സുലഭമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇതെന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പഠിക്കണം. കാരണം കേരളത്തിന് ആവശ്യത്തിനുള്ള ഫോറസ്റ്റ് സീനിയർ ഓഫീസർമാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവരുടെ എല്ലാം ഒത്തൊരുമിച്ചൊരു പ്രവർത്തനം നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം നമുക്കൊരു പാഠമാകട്ടെ. ഇനി മനുഷ്യജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ.